വിവാദ വെളിപ്പെടുത്തലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരെ നടപടിക്ക് നീക്കം. കാരണം കാണിക്കൽ നോട്ടീസ് നൽകി DME. അമൽ തേരമ്പറമ്പിലുണ്ട്. അമൽ, സർജറിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ശോച്യാവസ്ഥകൾ തുറന്നു പറഞ്ഞതിനാണ് ഇപ്പോൾ നീക്കം വരുന്നത് അല്ലേ? അതായത് നടപടിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു കാരണം കാണിക്കൽ നോട്ടീസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ വരുന്നത്. DMEയുടെ നീക്കം എന്താണ്? സർക്കാരിന്റെ നീക്കം എന്താണ്? ആരോഗ്യവകുപ്പിന്റെ നീക്കം എന്താണ്? ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തിന് വലിയ തോതിലുള്ള നാണക്കേട് ഉണ്ടാക്കി എന്നുള്ള തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ പൊതുജന വികാരം ഹാരിസ് ചിറക്കലിന് ഒപ്പമായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. അതിനാൽ ഹാരിസിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാരിൽ രണ്ട് അഭിപ്രായമുണ്ടായിരുന്നു, ആരോഗ്യവകുപ്പിൽ രണ്ട് അഭിപ്രായമുണ്ടായിരുന്നു. എങ്കിലും ഹാരിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ചട്ടലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പരസ്യമായി നിലപാട് പറയുന്നു, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DMEയുടെയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും പ്രതികരണം വന്നതിന് ശേഷം വീണ്ടും ഹാരിസ് മാധ്യമങ്ങളെ കണ്ട് തന്റെ നിലപാട് ആവർത്തിക്കുന്നതാണ് കണ്ടത്. ആ സമയത്തെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത് ഹാരിസ് പറഞ്ഞതിൽ തെറ്റില്ല എന്നുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഹാരിസിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹാരിസിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ചട്ടലംഘനം ഉണ്ടായി എന്ന കാര്യത്തിൽ വിശദീകരണം വേണം. അതോടൊപ്പം തന്നെ പരസ്യമായ നിലപാട് സ്വീകരിച്ച വിഷയത്തിൽ വിശദീകരണം വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. DME മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് ഇപ്പോൾ ഈ വിശദീകരണം തേടിയിരിക്കുന്നത്. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കടുത്ത നടപടി ഹാരിസിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. ഒരു താക്കീതിലൊക്കെ ഈ നടപടി ഒതുങ്ങാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സജീഷ്, ശരി. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ് വെളിപ്പെടുത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസിന് എതിരെ നടപടിക്കുള്ള നീക്കം വരുന്നത്. സാധാരണയാണെങ്കിൽ നടപടിക്ക് തൊട്ടു മുന്നോടിയായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് നിന്ന്. DMEയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിക്കൊണ്ടുള്ള ഒരു നടപടി നീക്കം വരുന്നത്. അതേസമയം നമ്മൾ ഓർക്കേണ്ടത് അന്ന് ഈ സംഭവങ്ങൾക്ക് തൊട്ട് പിന്നാലെ തന്നെ, ഈ പ്രതികരണങ്ങൾക്കൊക്കെ തൊട്ട് പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രി ഹാരിസാണ് ശരി, ഹാരിസ് പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിച്ചുള്ള പ്രതികരണമൊക്കെ തന്നെ വന്നിരുന്നു എന്നുകൂടി എടുത്തു പറയുകയാണ്.